മാനം മാനം മുട്ടും പണമുണ്ടേലും മായം മായം വിൽക്കും തടയണ്ടാരും നല്ലേലും ബില്ലേലും പെണ്ണേലും മറിമായം. എടുക്കണില്ലല്ലോ, എവിടെ പോയി കിടക്കണുണ്ട്. ആ വന്നല്ലോ, ഞാൻ പറഞ്ഞില്ലേട്ടാ ദൂരെ എങ്ങും പോയിട്ടില്ലാന്ന്. എന്താ പറയട്ടാ? സാറേ ഒരു രജിസ്റ്റർ ഉണ്ട്. എനിക്കോ? എനിക്കെന്ത് രജിസ്റ്റർ? അതെ, ബാലേട്ടന് ഒരു 10 റുപ്യ കൊടുക്കുന്നുണ്ട്. എൻ്റെ ചില്ലറല്ലേ 100. ചില്ലറ ഞാൻ തരാം. ചില്ലറൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടോ? പിന്നെ എന്താ പ്രശ്നം? അപ്പോൾ കുഴപ്പമില്ല, പിന്നെ എടുക്കാം. ശരി. എന്താ എന്താ? ഒന്നുമില്ല ഒന്നുമില്ല ഒന്നുമില്ലേ? ഇല്ല ഒന്നുമില്ലാതെ രജിസ്റ്റേർഡ് വരൂ? ഒന്നുമില്ലാന്ന്. അങ്ങനെ ഒന്നുമില്ലാന്ന് പറഞ്ഞാൽ നീ പോയുള്ള ചായ ഉണ്ടാക്ക്. ചായ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കി തരാം. എന്താ കാര്യം എന്ന് പറ. ഇതൊന്നും ഇല്ലടി, വേറൊരു സംഗതിയാണ്. ഞാൻ അറിയാൻ പാടില്ലാത്ത എന്ത് സംഗതിയാ? ഇതെന്റെ കാമുകി എനിക്ക് അയച്ച കത്താണ്. എന്താണ്? പിന്നെ കാമുകിമാരൊക്കെ ഈ കാലത്ത് നിങ്ങൾക്ക് കത്തയക്കാൻ പോവല്ലേ? ദേ നോണ പറയാതെ കാര്യം പറ. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, നീ അറിയേണ്ട കാര്യമില്ല. ഇത് ഞാൻ മാനേജ് ചെയ്തോളാം. നീ പോയിട്ട് ചായ ഉണ്ടാക്ക്. അങ്ങനെ നിങ്ങൾ മാത്രം മാനേജ് ചെയ്താൽ പോരാ, എനിക്ക് ഇപ്പൊ കാര്യം അറിയണം. എന്നാ പറയാൻ സൗകര്യമില്ല. എനിക്ക് മനസ്സിലായി. എന്താണ്? നിങ്ങളെ വീണ്ടും വേറെ ആർക്കെങ്കിലും പോയി ജാമ്യം നിന്നാണ്, എന്നിട്ട് അവര് പൈസ അടച്ചു കാണൂല. അതിന്റെ റിക്കവറി നോട്ടീസ് അല്ലേ ഇത്? നിങ്ങൾ ആ ലോലിതന് ജാമ്യം നിന്നല്ലേ? നിങ്ങൾ ഈ കുടുംബം നശിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചേക്കാണോ? കിട്ടുന്ന ശമ്പളം മുഴുവൻ നാട്ടുകാർക്ക് വേണ്ടി ജാമ്യം നിൽക്കും, എന്നിട്ട് അവരാരും പൈസ അടയ്ക്കില്ല. നിങ്ങളുടെ പൈസ മുഴുവൻ അങ്ങനെ പോവേയുള്ളൂ. ഇങ്ങനെയാണെങ്കിൽ എവിടെയെങ്കിലും പോയി ഞാൻ ചാവും. ഒന്നടങ്ങ്, നാട്ടുകാരുണ്ട്, അയലോക്കത്തുള്ള ആളുകൾ കേൾക്കൂലേ? കേൾക്കാൻ പാടാത്ത കാര്യമൊന്നുമില്ലല്ലോ, എല്ലാരും കേക്കട്ടെ. ഇതാ നിങ്ങളുടെ സ്വഭാവം. അവൻ ബാങ്കിൽ അദാലത്തിൽ പൈസ അടച്ചു എന്നാണല്ലോ പറഞ്ഞത്. പൈസ അടിച്ച ഈ റിക്കവറി നോട്ടീസ് ഇവിടെ വരുമോ? അതന്നെയാണ് ഞാനും ചോദിക്കുന്നത്, വരുമോ? നീ എന്തിനാ എന്നോട് ചാടി കളിക്കാൻ നിൽക്കുന്നത്? പിന്നെ ഞാൻ നിങ്ങളോടല്ലാതെ വേറെ ആരോട് ചോദിക്കണ്ടേ? ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ അവനോട് പോയി ചോദിക്കട്ടെ. ഞാൻ വരും. നീ എന്തിനാ വരണത്? എനിക്ക് സത്യം അറിയണല്ലോ. എന്നാ പോന്നു. കഴിഞ്ഞ മാസം അസുഖം വന്നപ്പം എൻ്റെ എത്ര രൂപയാണ് നിനക്ക് വേണ്ടി ചെലവാക്കിയെന്ന് വല്ലതും അറിയാമോ? അതൊക്കെ പോട്ട്. ഇപ്പോഴത്തെ പിണ്ണാക്കിന്റെ വില അറിയാമോ? തവിടിന്റെ വില അറിയാമോ? നന്ദി കാണിക്കണ്ട. അതനുസരിച്ച് നിനക്ക് ഇങ്ങോട്ട് തന്നാൽ എന്താണ്? 1 ലിറ്റർ കൂടി കൂട്ടി തന്നു വെച്ച് നിനക്ക് നഷ്ടവും സംഭവിക്കാനൊന്നുമില്ലല്ലോ. മഴയായാലും വെയിലായാലും നിനക്ക് തരുന്ന പുല്ലിന് ഞാൻ എന്തെങ്കിലും കുറവ് വരുത്താറുണ്ടോ? എന്താ ഒന്നും മിണ്ടാത്തത്? മിണ്ടാ ഒക്കത്തില്ല. അതുകൊണ്ടാണ് അതിനെ മിണ്ടാപ്രാണെന്ന് വിളിക്കുന്നത്. നീ വന്നാ നല്ല തടിച്ച് കൊഴുത്ത് വയ്ക്കണല്ലോ. ഇപ്പം എന്തോന്ന് കൊടുക്കണേ? സാധാരണ കൊടുക്കണം. നിനക്ക് വായും വെച്ചോണ്ട് മിണ്ടായിരിക്കാൻ പറ്റുമോ? കന്നും നല്ല സ്മാർട്ടായി കേട്ടോ, അന്ന് കണ്ടോലല്ല. നിന്റെ തലയിൽ എന്ത് പറ്റിയത്? തലയിൽ പാറു ചവിട്ടിയത്. ആറ്റിങ്ങനെയുള്ള പാറുവാ? അവളൊന്നല്ല, ഇത് പാറു, പശു. ഇരുന്ന് കറന്നപ്പോഴത്തേക്ക് മാറിപ്പോയി. നോക്കിയിരുന്ന് വായി നോക്കായിരുന്നു കറക്കണം, ബാക്കില്ല ചെന്ന് പിടിച്ചാൽ ഇതുപോലെ കിട്ടും. ഇന്നലെ ചോദിക്കണമെന്ന് വിചാരിച്ചാണ്, എത്ര ലിറ്റർ പാല് കറക്കും ഇപ്പോഴാ? ഇപ്പൊ രാവിലെ 10, ഉച്ചയ്ക്ക് 5, വൈകുന്നേരം ഇരുന്ന് കറക്കും. അധികം കാണൂല ഇങ്ങനെയാണെങ്കിൽ. നീ ജോലിക്കൊന്നും പോണില്ലേ? ഇല്ല. എന്ത്? പാല് മുട്ട് ഭയങ്കര വേദന, നീര്. ഇന്നലെ വേറെ എന്തായിരുന്നല്ലോ? ഇന്നലെ ഏതാണ്ട് രാവിലെ കൈ ഇങ്ങനെ ഒന്ന് തിരിഞ്ഞ്. നാളെ എന്തോന്നു? നാളെ ചിലപ്പോൾ തലവേദന വരുമെന്ന് തോന്നുന്നു. നീ എന്തായാലും വന്നേല്ലേ? അതുകൊണ്ട് അവിടെ കിടക്കണില്ല, ചാണകം. എവിടെ കിടക്കണം? ഇതോ അങ്ങറ്റത്ത്. അങ്ങ് പോണോ? അത് വാരി അങ്ങോട്ട് മാറ്റിയിടും. പച്ചയെ ഉണക്കേ? പച്ച. ഉച്ചയ്ക്ക് ഉണ്ണാനേ മീനുണ്ടോ? മീനൊന്നുമില്ല. മീനില്ലേ? എന്നാൽ എൻ്റെ പട്ടി വാരും ചാണം. മുണ്ടുമുറുക്കി വേണമെങ്കിലേ പട്ടിണി കിടക്കും, അടിമപ്പണി എന്നെ കിട്ടൂല. എടാ പോയി അധ്വാനിക്കടാ, പോയി കറക്കടാ. രാവിലെ കയറി വരും. അധികം കാണൂല പശു. മീന് ഞാൻ നാളെ ഉണ്ടാക്കി വെക്കാം. മീന് ഉണ്ടാക്കി വെച്ചാൽ കഴിക്കാൻ വേണ്ടി. ഇവിടെ കിടന്ന് വിളിക്കല്ലേ പശു ചാവുമ്പോ, അയ്യോ പൊത്തോന്ന്. നീ ഇത് കഴിക്ക്, ഇവിടെ ഇത് കഴിക്കടി. ഒന്നുമില്ല, നിന്നൊന്ന് കാണാ. ഇതെന്താടാ ഇത്? ഇത് കടലാസ്. ഇത് കടലാസ്? എടാ, നിനക്ക് ലോൺ എടുക്കാൻ വേണ്ടി സാലറി സർട്ടിഫിക്കറ്റ് തന്ന എന്നോട് തന്നെ വേണോ ഈ ചതി? ചതിയോ? ഞാൻ ബാങ്കിൽ കാശ് അടച്ചാണല്ലോ. നീ ഏത് ബാങ്കിൽ പോയി പൈസ അടച്ചു? ബാങ്കിൽ പൈസ അടച്ചെങ്കിൽ പിന്നെ അവരെന്തിനാ എനിക്ക് നോട്ടീസ് അയക്കുന്നത്? അയ്യോ, എന്റെ പാറ് സത്യമായിട്ട് ഞാൻ അടച്ച്. നീ എന്നെ കോടതി കയറ്റാനാണോ നിന്റെ ഉദ്ദേശം? നിന്റെ ആണയിടലൊക്കെ ഞാൻ ഒരുപാട് കേട്ടതാണ്. ഇനി നീ അതിനോട് വേണ്ട, ഇത് പിടിക്കടി.
ഇനി നീ പശുവിനെ കൊടുക്കണ്ട കേട്ടാ. ഇനി നിനക്ക് പശുവിന്റെ പരിപാടി അയ്യോ വേണ്ട. അവളെ അഴിക്കല്ലേ, അവള് കുത്തും. അവളെ കുത്തേക്ക് ഞാൻ സഹിച്ചു. ദാ കണ്ടോ? ആ, കണ്ടെങ്കിൽ നന്നായി. അഴിക്കല്ലേ. നീ പോയിട്ട് ആ ടെമ്പോ ഡ്രൈവറെ വിളിച്ചോണ്ട് പോടിയാ രാജുവിനെ. വേണ്ട ഏട്ടാ. എന്ത് വേണ്ടാന്ന് പിന്നെ പശുവിനെ കൊണ്ടുപോണ്ടേ? ചേട്ടാ ഇതിനെ കൊണ്ടുപോയി മുതലാവണ കാശൊന്നും അല്ല ഇതിൽ എഴുതിയിരിക്കണത്. എന്തൊരു അവളോട് ആ പൈസ അടയ്ക്കാൻ പറയും. നീ ആ പൈസ അടയ്ക്കുവോ? അയ്യോ ഞാൻ പൈസ അടച്ചു. എവിടെ അടച്ചത്? നിങ്ങൾക്ക് രണ്ടുപേരും രാവിലെ ഇത് എന്തിന്റെ സൂക്കേട്? സൂക്കടി നിന്റെ എടാ മുഖത്ത് താടിയും മീശയും വെച്ച് ആണാന്നും പറഞ്ഞ് നടന്നാ പോരാ. മര്യാദക്ക് ജോലി ചെയ്ത് ജീവിക്ക്. അതിനാ പഠിക്കണ്ടത് കേട്ടോ. മര്യാദക്ക് എന്റെ പൈസ നീ അടച്ചില്ലെങ്കിൽ നിന്നെ കുത്തി കയറിക്കളാം ഞാൻ. ഒരു രജിസ്റ്റർ ഉണ്ട്. ആ കണ്ടാ ഇപ്പൊ കണ്ടാ അത് ബാങ്ക് എന്നുള്ള നോട്ടീസ് ആവും. ബാഗ് ഒപ്പിട്ടിടാ പൊട്ടിക്കടോ. പൊട്ടിച്ചല്ലോ. ആ പൊട്ടിച്ച് നോക്ക്. അയ്യോ ആ ഇതാ കണ്ടാ പൈസ അടയ്ക്കാതെ തന്നെ നോട്ടീസാണ്. അപ്പം പൈസ അടച്ചെങ്കിൽ ഈ നോട്ടീസ് ഇവിടെ വരുമോ? അയ്യോ സത്യമായിട്ട് ഞാൻ അടച്ചതാണ്. അദാലത്തിൽ കൊണ്ടുപോയി കാശ് അടച്ചതിന്റെ റെസിപ്റ്റ് എന്റെ ഉണ്ട്. എന്നത് പോയി എടുത്തിട്ട് പോരാ. നമുക്ക് ബാങ്ക് കൊണ്ടുപോയി കാണിക്കാം. ആ ആ, നീ ഇതായിട്ട് വീട്ടിൽ പോക്കോ. ഞാൻ ബാഗ് പോയിട്ട് വരാം. ഇതും കൂടി വെച്ചോ. ആ നീ വേണ്ട അത് കൂടി പറ്റും. സൂര്യൻ സാറേ, സമരം വിജയിച്ചില്ലെങ്കിൽ ആകെ പ്രശ്നമാകൂട്ടാ. എങ്ങനെ സമരം വിജയിക്കുക? നിങ്ങൾ ഇവിടെ വന്നിരിക്കില്ലേ, പോയിന്നാലും മുദ്രാവാക്യം വിളിക്കേ. സാറെന്താ വിളിക്കാത്തത്? അതിന് എൻ്റെ സംഘടന അല്ലല്ലോ സമരം ചെയ്യണത്. സാറ് കൊല്ലം വേറെ വേറെ സംഘടനയിലാണല്ലോ. വെറുതെ എന്നെ കൊണ്ട് അവരൊന്ന് പറയിപ്പിക്കാൻ ഇതാരാ വരുന്നത്? സമരാണെന്ന് അറിഞ്ഞാലെങ്കിലും ഒന്നും വരില്ല എന്ന് കരുതിയിട്ടാ ബാക്കിയുള്ള അവിടെ വന്നു. ഞാന് ഇത് ഇവിടുന്ന് അയച്ച നോട്ടീസാണ്. അതിനെന്താ? ഞാൻ 2009 ഞാൻ ഇവിടുന്ന് ഒരു ലോൺ വാങ്ങിച്ചിരുന്നു. അതിന് പശുവിനെ വാങ്ങിച്ച് തൊഴുത്തും കിട്ടി. താൻ തൊഴുത്ത് കെട്ടെ, പശുവിനെ വാങ്ങേ, അതിൽ ആനനെ മേടിച്ച് കെട്ടെ, എന്താന്ന് വെച്ചാ ചെയ്തോ. ഇവിടെ വന്ന കാര്യം പറ. അതെ സാറേ, ഇത് ഞാൻ ജാമ്യം നിന്നൊരു കേസാണ്. ചേടാ അതിന് ഞാൻ എന്ത് വേണം? സാറേ പലതവണ പലിശ അടക്കൽ മുടങ്ങി. അവസാനം അദാലത്തിൽ വന്നിട്ട് ആ പൈസ അടച്ചു. പക്ഷെ എന്നിട്ടും എനിക്ക് നോട്ടീസ് വന്നിരിക്കുകയാണ്. എടോ തനിക്ക് മലയാളം എഴുത്തും വായന അറിയോ? ഉവ്വ്, ഞാൻ ഗവൺമെന്റ് സർവീസിലുള്ള ആളാണ്. ആണോ? ഇവിടെ ഒരു നോട്ടീസ് എഴുതി വെച്ചിട്ട് അതൊന്ന് വായിച്ചു നോക്ക്. മാന്യ ഇടപാടുകാരുടെ ശ്രദ്ധയ്ക്ക്, ഒരു വിഭാഗം ജീവനക്കാർ ഇന്ന് പണിമുടക്കിലായതിനാൽ ബാങ്കിന്റെ പ്രവർത്തനം പൂർണ്ണമായി നടക്കുന്നതല്ല. അയ്യോ സാറ് അതിന് ഇവിടെ നിന്ന് സമരം ചെയ്യാമല്ലോ. എടോ ഇത് ക്യാഷ് കൗണ്ടറാണ്. തനിക്ക് പൈസ അടക്കാനുണ്ടെങ്കിൽ ഒരു സ്ലിപ്പ് എടുത്ത് ഫില്ല് ചെയ്ത് പൈസ ആയിട്ട് വന്ന് ഇവിടെ അടക്കാം. ഇനി പൈസ എടുക്കണമെങ്കിൽ അത് അപ്പുറത്തെ കൗണ്ടറിലാണ്. അത് ഇന്ന് നടക്കൂല. ആ സാറ് സമരത്തിലാണ്. എടോ ചില്ല് പൊട്ടിക്കല്ലോ. അപ്പൊ ഇതെവിടെ കാണിക്കും? എടോ വായ്പാ സെക്ഷൻ അതാണ്. ആ സുഗതൻ സാറിനെ കാണിച്ചാൽ മതി. അവിടെ മുമ്പ് ഒരു സ്ത്രീ ആണിരുന്നത്. ഓഹോ, താൻ സ്ത്രീകളോടെ സംസാരിക്കൂ. ഇത് സർക്കാർ സ്ഥാപനമല്ലേ, ആളുകൾ വരികയും പോവുകയൊക്കെ ചെയ്യും. നീ അങ്ങോട്ട് ചെല്ലേ. സാറേ എൻ്റെ സ്ഥാപനത്തിൽ ഞാൻ സാറിനേക്കാ മോശമാണ്. ഈ വരുന്ന ആളുകളോടൊക്കെ കുറച്ചും കൂടെ ഒക്കെ മാന്യമായിട്ട് സംസാരിച്ചൂടെ? സാറ് വേണ്ടിച്ചിട്ടല്ല, പുറത്ത് ഞാൻ നല്ല മനുഷ്യരാണ്. ഈ ചില്ലും കൂട്ടിൽ വന്നിരിക്കുമ്പോ ആയിപ്പോണതാണേ. ശരി കാണിക്കങ്ങോട്ട് കാണിക്ക്. പിന്നെ വിളിക്കാൻ എന്താ നീ കാണിച്ചത്? ഇത് കൈയിന് സാറിനെ വിളിക്കാൻ വേണ്ടിട്ട് പറഞ്ഞു. കൈ ഇങ്ങനെ തട്ടിയിട്ടെല്ലാം കൂടെ ആളെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ. അവിടെ സമരം നടന്നുകൊണ്ടിരിക്കുക, അതിന്റെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും എന്ന് കരുതിയാ. എന്താ കാര്യം? ഇവിടെ അദാലത്ത് നടന്നപ്പോഴത്തേക്ക് കാശടച്ച് പിന്നെ നോട്ടീസ് വന്നു. കാശടച്ചിട്ട് പിന്നെ നോട്ടീസ് വന്നു. ഇത് പറയാനോ ഇത് പറ്റിയിട്ട് വന്നു? സാർ അറിയാതെ തട്ടിപ്പോയതാണ്. സോറി. എടാ ഒന്നിൽ കൂടുതൽ ലോൺ എടുത്തിട്ട് ഒന്ന് അദാലത്തിൽ ഒത്തുതീർപ്പായെങ്കിലും അടുത്ത ലോൺ ഞാൻ എഴുതി തള്ളാൻ പറ്റില്ല. അല്ല സാറേ, ലോൺ ഒരെണ്ണേ എടുത്തിട്ടുള്ളൂ. ഇപ്പൊ പലിശ തന്നെ 90,000 രൂപ അടച്ചു കഴിഞ്ഞു ഇയാള്. നിങ്ങൾ എന്നെ കണക്ക് പഠിപ്പിക്കല്ലേ, ബാങ്കുകാരെ കണക്ക് പഠിപ്പിക്കണ്ട. നിങ്ങൾ അദാലത്തിൽ പങ്കെടുത്തു എന്നുള്ളതിന് എന്താ തെളിവ്? അത് സാറ് ബാങ്കിന്റെ മുമ്പിലുള്ള തെങ്ങയിലും മാവിലൊക്കെ അദാലത്തെന്ന് എഴുതിയിട്ട് ഒരു ബാനർ വലിച്ച് കെട്ടിയിട്ടില്ലായിരുന്നു. കെട്ടി എന്നിട്ട് ഞങ്ങളെ പോലുള്ള കുറെ ആൾക്കാരെ ഒരു ഹാളിന്റെ അകത്ത് പിടിച്ച് ഇരുത്തിയിട്ടില്ലായിരുന്നു. കെട്ടി ഇരുത്തി. പക്ഷെ നിങ്ങൾ അതിൽ ഉൾപ്പെട്ടു എന്നുള്ളത് എന്താ തെളിവ്? അത് ഞാൻ അന്ന് അവിടെ ഒരു ചായയും 4 ബിസ്ക്കറ്റും കഴിച്ചു. ഓ, ചായയും ബിസ്ക്കറ്റും കഴിച്ച കാര്യമല്ല ലോലിത്. ആ റെസിപ്റ്റ് സാറിന് കാണിച്ചു കൊടുക്ക്. അത് എന്നൊന്നും കാണിക്കണ്ട, അത് മാനേജറെ കാണിച്ചാൽ മതി. സാർ ഇത് മലയാളത്തിലാണ്. എടോ മാനേജറല്ലേ ലോൺ പാസ്സാക്കി തന്നത്, ഞാനല്ലല്ലോ. മാനേജറെ കാണിക്ക്. പിന്നെ ഇത് റെസീറ്റ് മാത്രം കാണിച്ചാൽ പോരാ. അവിടെ ചെന്ന് സത്യസന്ധമായി എന്താണ് ഉണ്ടായതെന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. പുതിയ ആളാ, കാണിച്ചല്ലേ? ഹലോ, നിങ്ങൾക്ക് എത്ര ലക്ഷം വായ്പ വേണോ?
ആദ്യം പ്രമാണം കൊണ്ടുപോവാ, എന്നിട്ട് കായും മേടിച്ചുകൊണ്ട് പോയിക്കോ. അതൊക്കെ പിന്നെ പറയാം, പലിശയൊക്കെ എത്രയെന്ന് പിന്നെ പറയാം. ആ കേട്ടോ, ശരി ശരി. ലോണും കിട്ടണം, പിന്നെ പലിശ എത്തുന്നതും കൂടി അവർക്ക് ആദ്യം അറിയണം. എന്താ ചെയ്യണം ഇപ്പം ഇതിന്? ഹലോ, അതെ. ആ ആ ആ അത് അപകട ഇൻഷുറൻസ്. ആ അത് നിങ്ങളിപ്പോൾ ഇന്നിപ്പോൾ രാവിലെ നിങ്ങൾ 100 റുപ്യ അടച്ച് ഉച്ചക്ക് നിങ്ങൾക്ക് ഒരു അപകടം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 ലക്ഷം റുപ്യ ലോൺ കിട്ടും, അല്ല ഇൻഷുറൻസ് കിട്ടും. ആ അത് നിങ്ങൾ 200 റുപ്യ അടച്ചാൽ നിങ്ങൾക്ക് 4 ലക്ഷം കിട്ടും. ഭയങ്കര ലാഭമല്ലേ? ആ അപ്പം നിങ്ങൾ പതുക്കെ വന്ന് ആ ഫോമൊക്കെ പൂരിപ്പിച്ച് ആ കാശും അടച്ചിട്ട് പിന്നെ സ്പീഡിൽ വണ്ടി എടുത്ത് പോയിക്കോ. അത് ഞങ്ങളുടെ പുതിയ സ്കീമാണ്. ആ ഓരോ ആൾക്കാർ. ആ സാറേ നമസ്കാരം. ആ നമസ്കാരം. എന്തേ സാറേ, ഞാൻ 2 ലക്ഷം രൂപ ഇവിടുന്ന് ലോൺ എടുത്തിട്ട് 2 പശുവിനെ വാങ്ങിച്ചു. 2 ലക്ഷം റുപ്യ ലോൺ എടുത്തിട്ട് 2 പശു. അപ്പോൾ 1 ലക്ഷോ ഒരു പശുവിന്? 2 പശു അത് ഒരു 10-15 ദിവസം നേരം കറക്കാൻ പറ്റുമായിരിക്കും ഒരു ദിവസം. അങ്ങനെയല്ല സാർ, 2 ലക്ഷം രൂപ കൊണ്ട് ഇയാള് തൊഴുത്തും പണിതിരുന്നു. ആ അപ്പം ഇനിയിപ്പോൾ എത്ര കായി വായ്പ വേണോ? 5 ലക്ഷം വരെ കൊടുക്കുന്നുണ്ട്. 2 സാലറി സർട്ടിഫിക്കറ്റ് കൊണ്ട് കൊണ്ടുവന്നാൽ 3 ദിവസം കൊണ്ട് ഞാൻ ലോൺ പാസ്സാക്കി തരാം. അയ്യോ അതല്ല സാറേ. സാറേ ലോൺ വേണ്ട സാറേ, ലോൺ വേണ്ട. വേണ്ടേ? വേണ്ട വേണ്ട. ആ അപ്പൊ ലോണിന്റെ കാലാവധി നീട്ടി തരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ എത്ര ലക്ഷം രൂപ ലോൺ എടുത്ത് എത്ര പലിശ അടച്ച്, ഇനിയിപ്പോ ഈ ലോൺ നീട്ടി ചോദിക്കണതിന്റെ ഈ കാലാവധി നീട്ടി ചോദിക്കണതിന്റെ കാരണം എന്താണ് എന്നുള്ള വിവരങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ഒരു അപേക്ഷങ്ങൾ ഇതാ. അല്ല സാർ, അത് പറയട്ടെ. നിങ്ങൾക്കിപ്പോൾ ഈ 8 വർഷം വരെ ഇത് വേണമെങ്കിൽ നീട്ടി തരാൻ പറ്റും. ഇപ്പം 3 വർഷം എന്ന് പറഞ്ഞിട്ട് എഴുതി കഴിഞ്ഞാൽ പിന്നീട് ഇത് 8 വർഷം എന്ന് പറഞ്ഞിട്ട് നീട്ടാൻ പറ്റില്ല സാറേ. അത് ഇയാൾക്ക് ലോൺ അനുവദിച്ചിട്ട് 2 മാസം കഴിഞ്ഞപ്പോഴേ ഇതിന്റെ പലിശ അടവ് തുടങ്ങി. അത് ഇടയ്ക്ക് വെച്ചിട്ട് ഒന്നും മുടങ്ങിപ്പോയി. മുടങ്ങുമ്പോ ഇവിടുന്ന് നോട്ടീസ് വരും സാറേ. നോട്ടീസ് പറഞ്ഞ ദിവസം ഇയാൾ എന്നെ വീട്ടിൽ വന്നിട്ട് ഒരുപാട് ചീത്ത വിളിക്കും. അന്ന് പശു കാടി പോലും കുടിക്കൂല. ആരപ്പോ ഈ കാര്യമൊക്കെ കുടിക്കുന്നത്? അങ്ങനെയാണ് വിളിക്കുന്നത്, അങ്ങനെ ചീത്ത വിളിക്കും. അത് സാറേ, ഇയാൾ എങ്ങാണ്ടെന്നൊക്കെ ഉള്ളു നുറുമ്പിട്ട് കുറച്ച് പൈസ ഒക്കെ ഉണ്ടാകുന്നിട്ട് ബാങ്ക് കൊണ്ടുവന്ന് അടച്ചു. അപ്പൊ അതിനുശേഷം കുറച്ച് ദിവസത്തിന് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞപ്പോ പിന്നെയും നോട്ടീസ് വന്നിരിക്കുന്നു. നോട്ടീസ് വരും. നോട്ടീസ് ഇവിടെ ഇഷ്ടം പോലെ അടിച്ചു വെച്ചേക്കല്ലേ, അതിങ്ങനെ ഒഴിവുള്ളപ്പോ കായക്കും. പിന്നെ അന്ന് നോട്ടീസ് വന്നപ്പോഴേ വീണ്ടും വന്ന് ചീത്ത വിളിച്ചിട്ടുണ്ടാവും മുമ്പില്. എങ്ങനെ ചീത്ത വിളിക്കായിരിക്കും? അല്ല, പിന്നെ അന്ന് നോട്ടീസ് വന്നപ്പോഴത്തേക്ക് ഞാൻ പിന്നെ എന്റെ പശുക്കിടാവിനെ കൊടുത്തിട്ടാണ് അതിന്റെ കാശൊക്കെ കൊണ്ടുവന്ന് അടച്ചത്. അത് അടയ്ക്കണം. അടയ്ക്കാതെ പിന്നെ അത് കഴിഞ്ഞ് 6 മാസം ബാങ്കിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. മനഃപൂർവ്വം അല്ല സാറേ, ആ സമയത്ത് എൻ്റെ ഭാര്യയ്ക്ക് ഒരു മേജർ ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത്. സാറൊന്ന് ആലോചിക്കണം, ആശുപത്രി ചെലവ്, 2 പിള്ളേരെ പഠിത്തം, വയസ്സായ അച്ഛനും അമ്മയും, ഞാൻ കിടന്ന് പാടുന്നുണ്ട് ഇവിടെ. താത് എന്റെ കാര്യങ്ങൾ എന്നെ ഓർമ്മപ്പെടുത്തല്ലേ? ഇതൊന്നും ഓർക്കാണ്ടിരിക്കാനാണ് ഞാൻ ഈ ബാങ്കിലേക്ക് വരുന്നത്. സത്യം പറഞ്ഞ താ ഒരു മണ്ടന ആണ് സാറേ. ഇവിടുന്ന് ലോൺ എടുത്തപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. ജഡോ, താ ഈ 2 ലക്ഷം റുപ്യ ലോൺ എടുത്ത നേരം കൊണ്ട് ഒരു 10-15 ലക്ഷം ലോൺ എടുത്തിട്ട് ഒരു 10-15 ഉദ്യോഗസ്ഥരെ കൊണ്ട് അതിനൊക്കെ ഒരു ജാമ്യം നിർത്തിയിട്ട് ഒരു 10-15 പശുക്കളൊക്കെ വാങ്ങി ഒരു 15 ഫാമൊക്കെ തുടങ്ങിയിരുന്നെങ്കിൽ ഈ ഒരു ഗതികേട് വരുമോ? എന്നിട്ട് വേണം സാറ് 10-15 പേരുമായിട്ട് അവിടെ വന്നിട്ട് ആ ഫാമൊക്കെ ഇടിച്ച് കളഞ്ഞ് എന്നെ 10-15 പേരായിട്ട് എന്നെ പിടിച്ച് പുറത്താക്കാൻ വേണ്ടിയിട്ട്. 10-15 ദിവസത്തിനുള്ളിൽ സംഗതി തീർത്തിട്ടില്ലെങ്കിലോ നിന്നെ ശരിയാക്കും സാറേ. അവസാനം 2012 ഈ ബാങ്കിൽ ഒരു അദാലത്ത് നടന്നു. അതില് 2,20,20,000 രൂപ അടച്ചിട്ട് അത് തീർത്തതാണ്. അടച്ചത് എങ്ങനെയാന്ന് കൂടെ പറയും സാറേ. വേണ്ട, ഞാൻ തന്നെ പറയാം സാറേ. എന്റെ ഒരു പശുവിനും അവിടെ തന്നെ നിന്ന് പറഞ്ഞാൽ സാറേ, എന്റെ ഒരു പശുവിനെയും കുട്ടിയും വിറ്റ് എന്റെ മോടെ കാതി കിടന്ന കമ്മലും വിറ്റ് വേറൊരു സ്ഥലത്ത് നിന്ന് 3 രൂപയ്ക്ക് പലിശയ്ക്ക് എടുത്താണ് ഞാൻ അടച്ചത്. ഉള്ള ഒരു പശുവിനെ കൊണ്ട് വീട് പോറ്റിക്കൊണ്ടിരുന്ന എനിക്ക് ഇതായിപ്പോ വന്ന് കിടക്കുന്ന 1,20,000 രൂപ അടയ്ക്കാൻ വേണ്ടിട്ട് ഞാൻ ഇവിടെ നിന്നിട്ട് അടയ്ക്കും. ഇതിപ്പോ അല്ല, ഞാൻ ഇവിടെ നിന്നിട്ട് അടയ്ക്കും. അടയ്ക്കും സാറ് പറയും. അപ്പൊ നിങ്ങൾ ഈ അദാലത്ത് അടച്ചെന്ന് പറഞ്ഞ് അടച്ചതിന്റെ റെസിപ്റ്റ് ഉണ്ട്. റെസിപ്റ്റ് ഉണ്ടല്ലോ. എന്താ ഇത് മാറിപ്പോയി, 2ാമത് തരേണ്ടതാണ്. ഇത് കയ്യിൽ വെച്ച് നടന്നിട്ടൊരു കാര്യമില്ല. ഇത് കയ്യിൽ പിടിച്ചോണ്ട് നടന്ന ഇനിയും വരും നോട്ടീസ്. ഇത് പോരാ. ഇത് അവിടെ പൈസ അടച്ചതിന്റെ റെസിപ്റ്റ് ആണ്. അല്ല, അതുകൊണ്ട് കാര്യമില്ല. തനിക്ക് ഈ ബാങ്കിൽ യാതൊരു വിധ ബാധ്യത ഇല്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് തൻ്റെ ഉണ്ടോ? ഇല്ല. അപ്പൊ അതെന്താ ഇല്ലാത്തത്? ഇല്ല, അത് വേണമെന്ന് ആരും പറഞ്ഞില്ല. അത് പറയില്ല, അതാരും പറയില്ല.
അതിനിപ്പോൾ പറഞ്ഞാൽ തന്നെ ഇവിടുന്ന് കിട്ടാനും പോണില്ല. അത് തരേണ്ടത് റീജിയണൽ മാനേജറാണ്. അല്ല അപ്പൊ സാർ എന്തിനാ ഈ നോട്ടീസ് അയച്ചത്? ഞാൻ ഇവിടെ ഈ ബാങ്കിൽ വന്ന് ചാർജ് എടുത്ത് ഇതിന്റെ വയലുകളൊക്കെ പരിശോധിച്ച് നോക്കിയപ്പോൾ ലോലിതം ഇവിടെ കടക്കാരനാണ്, പിന്നെ നോട്ടീസ് അയക്കണ്ടേ? അപ്പൊ നീ എന്താ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാത്തത്? അയ്യോ വാങ്ങിക്കാൻ വേണ്ടി ആര് ചോദിച്ചാൽ ചോദിച്ചാൽ ഈ ജാതി തപ്പലൊന്നും ഇവിടെ ബാങ്കിൽ വന്നിട്ട് ചെയ്തിട്ട് കാര്യമില്ല. ഞങ്ങളൊക്കെ ആൾക്കാർ ഇങ്ങനെ ഓരോ സമയത്ത് ബാങ്ക് പറയുന്നതിനനുസരിച്ച് അങ്ങോട്ടും കൂടെ ഒക്കെ മാറും മാനേജേഴ്സ്. ഇവിടെ വന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ അതിൽ ആരാ കടക്കാരിച്ച് അവരടക്കണം. ഇവിടെ യാതൊരു ബാധ്യത ഇല്ലാന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള സർട്ടിഫിക്കറ്റ് ബാങ്കിൽ നിന്ന് നിങ്ങൾ ഈ ഉപഭോക്താക്കൾ എഴുതി മേടിക്കണം. അദാലത്തിൽ പൈസ അടച്ചിട്ടുള്ള റെസിപ്റ്റ് ആണല്ലോ സാറേ. അതെ, ഇതൊക്കെ നിയമപരമായിട്ട് ഇപ്പം നിങ്ങൾ ഈ പറയുമ്പോൾ ഇതൊക്കെ ശരിയാണ്. ഇതിനൊക്കെ എനിക്ക് നടപ്പെത്ര നടക്കണം നിങ്ങളത് ശരിയായി കാണിക്കാൻ. നേരെ മറിച്ച ബാങ്കിൽ നിന്ന് അത് എഴുതി മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അതിനെ ഒരു മാനേജറിന് തുറന്നു നോക്കി പറഞ്ഞാൽ കാര്യം മനസ്സിലാവും. അത് കൊടുക്കേണ്ടതാണ്. വാങ്ങിയില്ല, അതൊന്നും പറഞ്ഞില്ല. വിദ്യാഭ്യാസം വേണ്ടേ, അത് ഒന്നും പറഞ്ഞില്ല. 10 രൂപ കൊടുത്താൽ അടിയും കിട്ടും. എന്താ പറയുന്നത്? അപ്പൊ ഞാൻ അടച്ച കാശ് മറ്റേ മാനേജർ 2,25,000 രൂപ മറ്റേ മാനേജർ അടിച്ചോണ്ട് പോയാ? ഇതൊന്നും നിങ്ങളുടെ അടുത്ത് പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാവില്ല. എന്റെ അടുത്ത് പറയണ്ട, അടുത്ത് പറ. ഇതൊന്നും നിൽക്കണ്ട. നിങ്ങൾ ആ റീജിയണൽ മാനേജറിനെ പോയി കണ്ട് കാര്യങ്ങൾ പറയുമ്പോ അതിൻ്റെതായിട്ടുള്ള ഒരു ഗൗരവം വേണം. വെറുതെ അങ്ങനെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പറയണല്ലോ, ഇതിപ്പോ വലിയ പ്രശ്നത്തിൽ ശരി തന്നെയാണ്. അത് അവിടെ പറയേണ്ട രീതിയിൽ ആ കാര്യങ്ങൾ പോയി പറഞ്ഞത് നടക്കും. അല്ലെങ്കിൽ ഇവിടുന്ന് നോട്ടീസ് വന്നോണ്ടിരിക്കും, അതിന് കായു അടക്കൊണ്ട് വരും. മറ്റേ റീജിയണൽ മാനേജറെ അടുത്തേക്ക് ഞാൻ തന്നെ പോകേണ്ടി വരുമല്ലേ സാറേ? അല്ല ഇതിപ്പോ ലീവ് എടുത്തിട്ടാണ് ഇതിന്റെ പിന്നാലെ നടക്കുന്നത് ഞാൻ. അല്ലാതെ ഇപ്പൊ എന്താ നിങ്ങളെ ഒന്ന് ചെന്ന നന്നായിരിക്കും. അത് ഇപ്പൊ ഇങ്ങനെ ഒറ്റക്ക് വിടാതിരിക്കാണ് നല്ലത്. കാര്യങ്ങളൊന്ന് വ്യക്തമായി പറഞ്ഞാലേ. എന്നാ ശരി സാറേ, അങ്ങനെ ആവട്ടെ. എന്നാ ഒന്ന് താനില്ല, താൻ അങ്ങോട്ട് പോ. എന്താ സാർ? താൻ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനല്ലേ? അതെ. താൻ ഒരു മണ്ടനാട്ടോ. വളരെ ശരിയാണ് സാറേ. ഇല്ലെങ്കിൽ അവരെ പോലെ ഒരുത്തിന് ഞാൻ ജാമ്യം നിൽക്കണോ? ശരി. ഇവിടെ പണിയും ഇപ്പം ഞാൻ തന്നെ ചെയ്യേണ്ട അവസ്ഥയാണ്. സാറേ ഒരു സെക്കൻഡ് സാറേ. ബാങ്ക് അടയ്ക്കാനുള്ള സമയമാണ്. അതെ, ബാങ്ക് അടക്കലൊക്കെ നിങ്ങളുടെ കാര്യം, പക്ഷെ ലോൺ അടയ്ക്കുന്നത് ഞങ്ങളാണല്ലോ. സാറേ നിങ്ങൾ ഈ അദാലത്ത് നടത്തുന്നത് എന്തിനാണെന്ന് പറയണം. അത് ചോദിക്കാൻ താനാരാ? അല്ല സാറേ, നമുക്ക് ഒന്ന് അറിയണം, അതിന് വേണ്ടിയിട്ടാണ്. കുറച്ച് സമയം ഒന്ന് ഇത് പറയണം സാർ. ഒരു കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ്. സാർ ഇരിക്കണം. എനിക്കൊന്നും ഇത്രയും സമയം ഒരു ബോധമില്ലായിരുന്നോ? സമയമാകുമ്പോൾ കയറി വന്നോളൂ. അല്ല സാറേ, അദാലത്ത് നടത്തുന്നത് എന്തിനാണെന്ന് പറയണം. ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടേ തിരിച്ചടയ്ക്കാത്ത ലക്ഷക്കണക്കിന് കേസുകളാണ് കോടതി കിടക്കുന്നത്. കോടതിയുടെ സമയം കളയാതിരിക്കാനും പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ഇരുന്ന് സ്വസ്ഥമായിട്ട് ജോലി ചെയ്യാനോ അദാലത്ത് നടത്തുന്നത്. കോടതിക്ക് സമയ ലാഭം, ഇവർക്ക് ജോലി സുഖം. അങ്ങനെ വേണേലും പറയാം. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. കഴിഞ്ഞ 2011-12 വർഷങ്ങളിൽ അദാലത്ത് നടത്തി പിരിച്ചെടുത്തത് 1700 കോടി രൂപയാ. അത് കള്ളക്കണക്കാണ് സാറേ. കള്ളക്കണക്കോ? ഓ, എന്ന് എന്നോട് ആര് പറഞ്ഞു? എനിക്കറിയാം. അത് തന്നെ 1700 കോടി രൂപയുടെ കൂടെ ഇയാൾ തന്നിട്ടുള്ള 2,25,000 രൂപ കൂട്ടിയിട്ടില്ല. അത് കൂട്ടണം. ആ കണക്കെവിടെ? കണക്കെവിടെ? ഇയാൾ കാശ് അടച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ കണക്കിൽ വന്നിട്ടുണ്ടാവും. നീ ആ റെസീറ്റാൻ കൊടുക്കും സാറിന്, കാണട്ടെ. എടോ, ഇത് കാശ് അടച്ചിട്ടുണ്ടെങ്കിൽ ആ പൈസയിൽ ഈ ഇത് വന്നിട്ടുണ്ടാവും. വന്നിട്ടുണ്ടാവും എന്ന് പറഞ്ഞാൽ പോരാ, പിന്നെ എന്തിനാണ് ഈ നോട്ടീസ് അയച്ചത്? ഏത് വലിച്ചേരി കളയല്ലേ സാർ? ഇത് വരും. ഞാൻ അടച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് വരണതെന്ന്. ഇത് ഇനിയും ഇതുപോലത്തെ ലെറ്ററുകൾ വരും. അതെന്തിനാണ് വരണത്? പൈസ അടച്ചു കഴിഞ്ഞല്ലോ സാറേ. നിങ്ങൾ ലോൺ അടച്ചു കഴിഞ്ഞെങ്കിൽ ബാധ്യത സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നിട്ടുണ്ടോ? അല്ല, അതിനു വേണ്ടിയാണ് വന്നത്. അത് ഇവിടെ നിന്നല്ല തരേണ്ടത്, ഇങ്ങോട്ട് വരാനാ കോയ സാറ് പറഞ്ഞു. നിങ്ങൾക്ക് ഇതിനു മുമ്പ് ലോൺ സംബന്ധമായിട്ട് ബാങ്കിൽ നിന്ന് നോട്ടീസ് വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്, ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട് സാറേ. കുറച്ച് പൈസ അടയ്ക്കും, പിന്നെ അടയ്ക്കില്ല, പിന്നെ അടയ്ക്കും, പിന്നെ എപ്പോഴെങ്കിലും തോന്നുമ്പോൾ അടയ്ക്കും. അപ്പം അങ്ങനെ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഈ കേസ് കോടതിയിലേക്ക് പോയോ? കോടതി പോയി. നോട്ടീസ് അയച്ചതിന്റെ കാശും കോടതി ഫീസും നിങ്ങളാണോ കൊടുത്തത്? അല്ല, ഞാനല്ല കൊടുത്തത്. അല്ല. അപ്പൊ അത് ബാങ്കിൽ നിന്നാണ് കൊടുത്തത്. അപ്പൊ ആ കാശ് ആരുടേതാ? ബാങ്കിൻ്റെത്. ആ കാശ് ബാങ്കിന് കിട്ടിയാലേ നിങ്ങൾക്ക് ബാധ്യത സർട്ടിഫിക്കറ്റ് തരാൻ പറ്റൂ. അപ്പൊ അതുകൊണ്ട് ഈ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാശ് മുഴുവൻ നിങ്ങൾ അടച്ചാലേ ബാധ്യത സർട്ടിഫിക്കറ്റ് കിട്ടും.
പിന്നെ ഇത് അടച്ചു കഴിഞ്ഞാലും ബാധ്യതാ സർട്ടിഫിക്കറ്റ് തരാൻ എനിക്ക് കഴിയില്ല. ഇതൊരു കഷ്ടം. അപ്പൊ പിന്നെ അതെന്താ സാറേ തന്നാല്? അത് നിങ്ങൾ ഏത് ബ്രാഞ്ചിൽ നിന്നാണോ ലോൺ എടുത്തിരിക്കുന്നത് അവിടുത്തെ മാനേജർക്ക് അപേക്ഷ കൊടുക്കണം. അയാൾക്ക് അപേക്ഷ കൊടുക്കുമ്പോൾ ആ മാനേജർ റീജിയണൽ മാനേജറായി എനിക്ക് ഇങ്ങോട്ട് അയക്കും. അപ്പം ഞാനത് വിശദമായിട്ട് പരിശോധിക്കും. അതിനുശേഷമേ നമുക്കൊരു മറുപടി തരാൻ പറ്റും. ലോൺ തന്ന മാനേജർ ഇപ്പൊ അവിടെ ഇല്ല. ഇല്ല. എവിടെ പോയി? എവിടെ പോയി? എവിടെ പോയി? അയാൾ പെൻഷനായി പോയി. ഇപ്പൊ അങ്ങ് അബുദാബിയില്ല. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ആ കോയ സാറിനെ പോയി കണ്ട് അപേക്ഷ കൊടുക്ക്. എന്താണ് കോയ സാറാണ് ഞങ്ങളോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? അതിനെന്താ തെറ്റ്? ഇവിടെ വന്നോണ്ട് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലേ? എന്റെ സാറേ, ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണോ കോയ സാർ ഞങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്? അതിനാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ കാര്യം നിങ്ങൾ അറിഞ്ഞല്ലോ. ഇനി അവിടെ ചെന്ന് കോയ സാറിന് നിങ്ങളൊരു അപേക്ഷ കൊടുക്കുക. അദ്ദേഹത്തിന് സമയം സൗകര്യം വെക്കുമ്പോൾ അത് എനിക്ക് ഇങ്ങോട്ട് അയക്കും. എനിക്ക് സമയം സൗകര്യം വെക്കുമ്പോൾ ഞാൻ അത് തിരിച്ച് മറുപടി അയക്കും. അപ്പൊ അതുവരെ ഞങ്ങൾ ഈ നോട്ടീസും പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണോ? നിങ്ങൾക്ക് കാശ് വളച്ചിട്ടങ്ങ് പോയാൽ മതി. ഈ ബാധ്യത സർട്ടിഫിക്കറ്റ് എഴുതി ഒപ്പിക്കാന്ന് പറഞ്ഞാൽ വലിയൊരു ബാധ്യതയാ, വലിയ തലവേദനയാന്നേ. ബാധ്യതാ സർട്ടിഫിക്കറ്റ് എഴുതാന്റെ ബുദ്ധിമുട്ടൊന്നും സാറ് പറയണ്ട. ഞാനൊരു ഗവൺമെന്റ് സർവീസിലുള്ള ആൾ തന്നെയാണ്. എനിക്കറിയാം അതിന്റെ ബുദ്ധിമുട്ട് എത്രത്തോളം ഉള്ളൂ. അപ്പൊ കാര്യങ്ങളൊക്കെ അറിയാലോ. എന്നാ പിന്നെ ഇറങ്ങാം. ബാങ്ക് ടൈം കഴിഞ്ഞു. ഇരിക്കവിടെ. ഞങ്ങളെപ്പോലുള്ള പാവങ്ങള് അറിവില്ലാതെ ലോൺ എടുക്കും. അത് പറ്റുന്ന വിധത്തിൽ അടച്ചു തീർക്കുകയും ചെയ്യും. നിങ്ങൾ 1-2 തവണ മുടങ്ങിയായിരുന്നാൽ കൃത്യസമയത്തിന് ജപ്തി നോട്ടീസും പിന്നെ കോടതി നോട്ടീസും ഒക്കെ അയക്കുമല്ല. ഞാൻ അദാലത്തിൽ പൈസ അടച്ചെന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. എൻ്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ ബാധ്യത സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ വേണ്ടി വിട്ടുപോയി. അതെന്നെ ഓർമ്മിപ്പിച്ച് ബാങ്ക് ലോൺ ക്ലോസ് ചെയ്തിട്ട് നിങ്ങളുടെ ചുമതല അല്ലേ? അല്ല ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ ഇങ്ങനെയായിട്ട് വട്ടം ചുറ്റിക്കുന്നതിൽ നിങ്ങൾക്ക് എന്താണ് സാറേ ഒരു പ്രയോജനം? എന്താണ് നേട്ടം? ഒരു സുഖം. മായം മാനം മാനം മുട്ടും പണമുണ്ടേലും മായം മായം വിൽക്കും തടയണ്ടാരും. നല്ലേലും ബില്ലേലും പെണ്ണേലും മറിമായം ചുണ്ടേലും ചിന്തേലും ചന്തേലും മായം. ഇക്കാണണ കളിയെല്ലാം പൊക്കാരും മറിമായം. നേരിട്ടും പോരിട്ടും വേറിട്ടും മറിമായം.